നമുക്ക് അലീനയുടെയും മനുഷ്യങ്ങളുടെയും വരാൻ പോകുന്ന ദിവസങ്ങളെ നല്ലൊരു കഥ കേട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ഹൈപ്പ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അങ്ങനെ നമ്മൾ കാണുന്ന രോഹിത്തിന് അസുഖം ഭേദമായിട്ട് വരുന്നുണ്ട്. അലീനയുടെ പരിചരണത്തിൽ അലീന നല്ല രീതിയിൽ തന്നെയാണ് രോഹിത്തിനെ നോക്കിയത്. അവൻ വീണു പോകുന്ന സമയത്ത് അവനെ കൈ പിടിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് അലീനയ്ക്ക് സാധിച്ചു. പക്ഷെ ഇതോടുകൂടി തകർന്നു പോയ ആള് വൈജിയായിരുന്നു. വൈജി വലിയ ആളും കളിച്ചിട്ട് വീടൊക്കെ വാടകയ്ക്കെടുത്ത് അങ്ങോട്ട് താമസം മാറണമെന്നൊക്കെ കരുതിയിരുന്ന, പക്ഷെ ഒന്നും നടന്നില്ല. ഗംഗാധരനും ശിവശങ്കരനും ഒക്കെ വൈജയെ പൊരിച്ചെടുക്കുന്നുണ്ട്. വൈജ ഗംഗാധരൻ പോയിട്ട് പോവാന്നൊക്കെ കരുതിയിരുന്ന, പക്ഷെ ഇടയ്ക്ക് ഗംഗാധരനൊക്കെ വൈജയെ കാണാൻ വേണ്ടി വരുന്നുണ്ട്. കാണാൻ വേണ്ടി വരുന്ന സമയത്ത് വൈജയുടെ സ്വഭാവം കണ്ടിരിപ്പോ അവർക്ക് തന്നെ നല്ല ദേഷ്യം വന്നു. കുറെ ചീത്ത പറഞ്ഞിട്ടാണ് അവര് പോകുന്നത്. അത് മാത്രല്ല, ഇനി നീ ഈ വീട് വിട്ട് പോയിട്ടുണ്ടെങ്കിൽ നിന്റെ ഒരു കാര്യത്തിനും ഞങ്ങൾ തിരിഞ്ഞു നോക്കില്ലെന്ന്. പിന്നെ അവരൊക്കെ കണ്ടു രോഹിത്തിനെ അലീനെ എങ്ങനെ ശുശ്രൂഷിക്കുന്നതെന്ന്. കാരണം അലീന്റെ സഹോദരിയാണ്. വൈജയ്ക്ക് അറിയത്തില്ലെങ്കിലും അവർക്കറിയാലോ ആ കാര്യങ്ങളൊക്കെ. അതിൻ്റെതായ എല്ലാ കെയറുകളും കൊടുത്തിട്ടാണ് അവൾ അവനെ നോക്കുന്നതെന്നുള്ള കാര്യം അവർക്ക് മനസ്സിലായ കാര്യമാണ്. അവർ പോയി കഴിഞ്ഞപ്പോൾ വൈജയ്ക്ക് നല്ല ദേഷ്യമായിരുന്നു. ഇവിടെയോട്ട് നിൽക്കാനും പറ്റുന്നില്ല, വാടക വീട്ടിലേക്ക് മാറാനും പറ്റുന്നില്ല. അതിനേക്കാൾ ഉപരി ഈ പറയുന്ന ബബിതയാണെങ്കിലും രോഹിത്താണെങ്കിലും അവർക്കുണ്ടായ മാറ്റങ്ങൾ. ബബിത വൈജയുടെ കൂടെ പോകുന്നു പറഞ്ഞിരുന്ന, അമ്മ വാടക വീടെടുത്തോ, ഞാൻ അങ്ങോട്ടേക്ക് വരാമെന്ന് പറഞ്ഞിരുന്ന. പക്ഷെ ഇപ്പൊ ബബിത കാലുമാറി. ബബിത വരത്തില്ല എന്ന് പറഞ്ഞു. എന്താണെങ്കിലും ഒരു കാര്യം ഉറപ്പായി, ഇനിയിപ്പൊ തൻ്റെ കൂടെ തൻ്റെ മക്കള് പോലും നിൽക്കില്ലാന്ന്. ആകെപ്പാടെ ഭ്രാന്ത് പിടിക്കുന്നൊരവസ്ഥയായി പോയി വൈജയ്ക്ക്. പോരാത്തതിന് ബാലേന്ദ്രനാണെങ്കിൽ വൈജയെ മൈൻഡ് പോലും ചെയ്തില്ല. അങ്ങനെ ഒരു വ്യക്തി അവിടെ ഉള്ളതായിട്ട് പോലും ബാലേന്ദ്രൻ ഭാവിച്ചില്ല. ബാലേന്ദ്രൻ അറിയാം എന്തെങ്കിലും താൻ പറയാൻ പോയിട്ടുണ്ടെങ്കിൽ ഒടുവിലത് അടിയിലോ കലാശിക്കുള്ളെന്ന്. എന്നാലും ഇടയ്ക്ക് വൈജയുടെ പിറുപിറുക്കലൊക്കെ അസലായിട്ട് വന്നു. അങ്ങനെ ഒടുവിൽ ഒരു ദിവസം സമതല തെറ്റിക്കഴിഞ്ഞപ്പോഴത്തേനും ബാലേന്ദ്രൻ പൊട്ടിത്തെറിക്കണം. ബാലേന്ദ്രൻ വൈജയോട് പറഞ്ഞ്, നിനക്ക് സൗകര്യം ഉണ്ടെങ്കിൽ മാത്രം ഇവിടെ നിന്നാൽ മതി, ഒരു നിർബന്ധമില്ല ഞങ്ങൾക്ക് ഇവിടെ നിൽക്കണമെന്ന്. പോയി തരുവാണെങ്കിൽ അത്ര നല്ലത്, അല്ലാതെ ഇവിടെ ഇങ്ങനെ കടിച്ചു കിടക്കണമെന്ന് ഞങ്ങൾ ആരും നിന്നോട് പറഞ്ഞിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെട്ടു. അപ്പോഴേക്കും വൈജ പറഞ്ഞു, നിങ്ങളെ അങ്ങനെ ഞാൻ സൂഹിക്കാൻ സമ്മതിക്കില്ല. അലീന ഇവിടെ വന്നതിന് ശേഷമല്ലേ നിൽക്കുന്നത്, നിങ്ങളാ കാണിച്ചു തരാന്നൊക്കെ പറഞ്ഞ് വെല്ലുവിളി നടത്തുന്നുണ്ട്. പക്ഷെ ബാലേന്ദ്രൻ ഒരു കൂസലും ഉണ്ടായിരുന്നില്ല. പിന്നീട് വൈജയന്തി ഒരു കാര്യം തീരുമാനിച്ചു, എത്രയും പെട്ടെന്ന് തന്നെ ഡിവോഴ്സിന്റെ കാര്യങ്ങൾ നീക്കണം. ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ശരിയാവത്തില്ല എന്നൊരു തീരുമാനങ്ങളൊക്കെ എടുക്കുകയാണ്. പക്ഷെ എങ്കിൽ ആ തീരുമാനത്തെ കൃഷ്ണമോളൊക്കെ എതിർക്കുക ചെയ്തേ. കൃഷ്ണമോളൊക്കെ അറിയാലോ സത്യാവസ്ഥ എന്താന്ന്. ഇതിനെക്കുറിച്ച് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ കൃഷ്ണമോൾ എന്ന് വൈജയ ഉപദേശിക്കുന്നുണ്ട്. അമ്മ ചെയ്യുന്ന കാര്യം ശരിയല്ല, ഒടുവിൽ അമ്മ തന്നെ ദുഃഖിക്കേണ്ടതായിട്ട് വരുമെന്ന് പറഞ്ഞു. ഞങ്ങളാരും അമ്മയെ സപ്പോർട്ട് ചെയ്യത്തില്ല. ഡിവോഴ്സ് നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അമ്മയുടെ കൂടെ ഞങ്ങൾ വരുമെന്ന് കരുതണ്ട, അമ്മയെ കാണാൻ പോലും ഞങ്ങൾ വരത്തില്ല എന്ന് പറഞ്ഞു. അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പോൾ പിന്നെ വൈജയ്ക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. കാരണം കൃഷ്ണമോൾക്കൊക്കെ അറിയാം ഡിവോഴ്സിന്റെ പേപ്പേഴ്സുകളൊക്കെ നീക്കിയിട്ടുണ്ടെങ്കിൽ ഒടുവിൽ സംഭവിക്കാൻ പോകുന്നത് എന്താന്ന്. കോടതി ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാലേന്ദ്രനുള്ള സത്യങ്ങളൊക്കെ തുറന്നു പറയും. പെട്ടുപോകുന്ന ആള് വൈജയന്തിയാണ്. വൈജയന്തിക്ക് ഒന്നും വരാത്ത അവസ്ഥ വരും. സത്യങ്ങളൊക്കെ തിരിച്ചറിഞ്ഞാൽ പിന്നെ വൈജയന്തി ജീവനോടെ ഉണ്ടാവുമെന്ന് പോലും അറിയത്തില്ല. വൈജയന്തി തകർന്നു പോകത്തുള്ളൂ. അതൊക്കെ കൃഷ്ണമോൾക്കൊക്കെ അറിയാവുന്നതുകൊണ്ടാണ് കൃഷ്ണമോൾ അങ്ങനെ പറയണേ. പിന്നീട് മാമച്ചനെ ഹോസ്പിറ്റലിൽ സർജറിക്ക് വേണ്ടിയിട്ട് കൊണ്ടുപോകുന്നുണ്ട്. ഈ സമയത്ത് അലീനയും രേവതി കുട്ടിയോടൊപ്പം പോകുന്നുണ്ടായിരുന്നു. അങ്ങനെ 1-2 ദിവസം അലീന അവരോടൊപ്പം ഹോസ്പിറ്റലിൽ നിൽക്കുകയാണ്. ആ സമയത്ത് വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കാനായിട്ട് കൃഷ്ണമോളും ഭവിതയൊക്കെ ഉണ്ടായിരുന്നേ. വൈജയന്തിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു അലീന പോയതുകൊണ്ട്. പക്ഷേങ്കിൽ ഈ പറയുന്ന രോഹിത്തിനോ അല്ലെങ്കിൽ ബാലേന്ദ്രനോ അവർക്കാർക്കും സന്തോഷമുള്ള കാര്യമായിരുന്നില്ല. രോഹിത് ശരിക്കും ബുദ്ധിമുട്ടിപ്പോയി. കാരണം അലീന ഉണ്ടായിരുന്ന സമയത്ത് അവന്റെ കാര്യങ്ങളൊക്കെ നല്ല കൃത്യതയോടുകൂടി ചെയ്തുകൊണ്ടിരുന്നു. എന്ത് വേണമെങ്കിലും പറയേണ്ട കാര്യമില്ല, കൃത്യസമയത്തെല്ലാം എടുത്തു പറിക്കൊണ്ട് കൊടുത്തോണ്ടിരുന്നു. പക്ഷെ 2 ദിവസം അലീനെ കാണാതെ വന്നിപ്പോ അവനും വല്ലാത്തൊരു ബുദ്ധിമുട്ടായി. അവന് മാത്രമല്ല ഭാവിതയ്ക്കും കൃഷ്ണമോൾക്കും എല്ലാം അത് തന്നെയായിരുന്നു. ഒടുവില് കൃഷ്ണമോള് വിളിച്ചിട്ട് അലീനോട് പറഞ്ഞു, ചേച്ചി എത്രയും പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് വരണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിളിക്കുന്നുണ്ട്. ഇനിയിപ്പം 2 ദിവസമോടെങ്കിൽ അവിടെ നിൽക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കൃഷ്ണമോൾക്കൊന്നും സഹിക്കാൻ പറ്റുന്ന കാര്യമായിരുന്നില്ല. മാമച്ചന്റെ സർജറിയും കാര്യങ്ങളൊക്കെ അങ്ങനെ നല്ല രീതിയിൽ തന്നെ നടക്കുകയാണ്. അതെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് അലീന തിരിച്ച് വീട്ടിലേക്ക് വരുന്നത്. വീട്ടിൽ വന്നു കഴിഞ്ഞിട്ട് അലീന പിന്നീട് രോഹിത്തിനോട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഇനി ഇങ്ങനെ വീട്ടിൽ നിന്നിട്ട് കാര്യമില്ല, കോളേജിൽ പോകണം. ഇത്രയും നാളും പോവാതിരുന്നല്ലോ. പക്ഷേ എങ്കിൽ രോഹിത്തിന് കോളേജിൽ പോകാന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമായിരുന്നില്ല. ആൾക്കാരെ എങ്ങനെ ഫേസ് ചെയ്യും, അവരൊക്കെ എന്ത് വിചാരിക്കും, അവരുടെ മുഖത്ത് എങ്ങനെ നോക്കും. അലീന അവന്റെ മനസ്സിന് ധൈര്യം കൊടുത്തു. ആ കാര്യം ഒന്നോർത്ത് പേടിക്കണ്ട, നീ തെറ്റൊന്നും ചെയ്തിട്ടില്ലോ, പിന്നെ എന്തിനാ വിഷമിക്കണേ. പക്ഷെ അവന് ആൾക്കാരെ ഫേസ് ചെയ്യാൻ പറ്റില്ല, ആൾക്കാരുടെ മുഖത്ത് നോക്കാൻ പറ്റില്ല. താൻ എന്തോ വലിയ കുറ്റം ചെയ്തിട്ടുണ്ട്, അവർ തന്നെ ഏത് കണ്ണുകൊണ്ടായിരിക്കും കാണുന്നത് എന്നൊക്കെ ഒരു ചിന്തയായിരുന്നു മനസ്സിൽ നിറയെ ഉണ്ടായിരുന്നേ. പക്ഷെ അലീന അവനെ അവിടെ ബോൾഡ് ആക്കാനായിട്ട് ശ്രമിച്ചു.
നീ ഇതൊന്നും ഓർത്ത് പേടിക്കണ്ട, കോളേജിൽ പോകണം. പക്ഷെ അവന് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു. അതുപോലെ തന്നെ ബബിതയോടും പറഞ്ഞു വെറുതെ ഇനി ക്ലാസ് കളയേണ്ട കാര്യമില്ലെന്ന്. ബബിത ഒരു വിധത്തിൽ പറഞ്ഞ് മനസ്സിലാക്കി ബബിതയെ കോളേജിലേക്ക് പറഞ്ഞു വിടുന്നുണ്ട്. ഈ സമയത്ത് ഹരിശങ്കറിന് ജാമ്യം കിട്ടുന്നുണ്ട്. ഹരിശങ്കർ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ കമലയ്ക്കും ശിവശങ്കരനും ഒക്കെ ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമായിരുന്നു. പക്ഷെ ഹരിശങ്കറിന്റെ പഴയ സ്വഭാവത്തിൽ ഒരു മാറ്റമൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. അത്ര ദിവസം ജയിലിൽ കിടന്നു പറഞ്ഞാലും അവൻ പഴയതുപോലെ തന്നെയായിരുന്നു. അവന് താൻ വലിയ ആളാണ്, അല്ലെങ്കിൽ താൻ തെറ്റ് ചെയ്ത തെറ്റായിട്ടൊന്നും അവന് തോന്നുന്നുണ്ടായിരുന്നില്ല. ഇതൊക്കെ എന്നൊക്കെ ഒരു ചിന്തയായിരുന്നു. പക്ഷെ അവൻ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേനും ശിവശങ്കരൻ അവനെ വിളിച്ച് കുറെ ഉപദേശമൊക്കെ കൊടുക്കുന്നുണ്ട്. ഇനി ഇങ്ങനെ എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ അറിയാലോ, ഇനിയിപ്പം ജാമ്യം കിട്ടിയതുള്ളൂ, കേസിനെ എങ്ങനെ മുന്നോട്ട് പോകുന്നു പോലും അറിയത്തില്ല. ഒരു പക്ഷെ ശിക്ഷ കിട്ടുന്ന എങ്ങനെ ഏത് രീതിയിലാണെന്നും പറയാൻ പറ്റില്ല. അതുപോലെ തന്നെ ഹരിശങ്കറിന് ദേഷ്യമായിരുന്നു രോഹിത്തിനോട്. രോഹിത്ത് പുറത്തിറങ്ങിയല്ലോ. അപ്പൊ അന്ന് അവനോട് ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറഞ്ഞ അവന്റെ കർണത്തിട്ട് അടിയും കൂടെ കൊടുത്ത ശരണ്യോട് മോശമായിട്ട് പെരുമാറാൻ പറഞ്ഞിട്ട്. പക്ഷെ അന്നത് രോഹിത്ത് ചെയ്തില്ല. ഒരു പക്ഷെ അങ്ങനെ ചെയ്യുമായിരുന്നെങ്കിൽ അവൻ തന്നോടൊപ്പം നിന്നാന. ഇപ്പം എല്ലാവരും മുന്നിൽ താൻ മാത്രം കുറ്റക്കാരനായി അവൻ വെറുതെ പോയല്ലോ എന്നൊരു ചിന്ത അവന്റെ മനസ്സിലുണ്ടായിരുന്നു. പിന്നീട് മണിശങ്കർ വീട്ടിലേക്ക് വരുന്നുണ്ട്. മണിശങ്കർ വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ വൈജ കുറെ കുറ്റങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അലീനയുടെ. അതൊക്കെ കേട്ടിട്ടൊന്നും മണിശങ്കർ ഒരു കുലുക്കമുണ്ടായിരുന്നില്ല. മണിശങ്കർ വൈജനെ ഉപദേശിക്കുകയും ചെയ്തേ, ആന്റി ഇത്രയൊക്കെ ആയിട്ട് ആന്റിക്കൊരു മാറ്റം വന്നിട്ടില്ല, ആന്റി ഇനിയെങ്കിലും ഒന്ന് നന്നാവാൻ നോക്ക്. കാരണം ഈ വീട്ടിലെ പകുതി പ്രശ്നങ്ങളും ആന്റി തന്നെ ഉണ്ടാക്കുന്ന. ആന്റി ഒന്ന് താഴ്ന്നു നിൽക്കുകയാണെങ്കിൽ തീരാവുന്ന പ്രശ്നമുള്ള ഈ കുടുംബത്തിൽ വെറുതെ എന്തിനാ നമ്മളായിട്ടൊരു പ്രശ്നം ഉണ്ടാക്കണേ. ഇപ്പൊ തന്നെയാണെങ്കിലും രോഹിത്തിനെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവന്ന അലീനയല്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ വൈജയന്തിക്ക് അത് സമ്മതിച്ചു കൊടുക്കാൻ പറ്റില്ല. വൈജയന്തി പറഞ്ഞു അവൾ എൻ്റെ മക്കളെ എല്ലാം കറക്കിയെടുത്തു, അവൾ ഒറ്റയൊരുത്തി കാരണം അവൾ കൈവേഷം കൊടുത്ത് വെച്ചിരിക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറെ ചീത്ത പറഞ്ഞു. മണിശങ്കർ പറഞ്ഞു കൈവേഷം കൊടുത്തതൊന്നുമല്ല, അലീനെ അവരെ സ്നേഹിക്കുന്നുണ്ട്. ആ സ്നേഹമാണ് അലീനയ്ക്ക് അവർ തിരിച്ചു കൊടുക്കുന്നത്. അല്ലാതെ ആന്റി ഉദ്ദേശിക്കുന്ന പോലെ അവളൊരു കൈവശവും കൊടുത്തിട്ടില്ലെന്ന് പറഞ്ഞു. അല്ലേലും എനിക്കറിയാടാ, നീയും അവളുടെ പക്ഷത്തല്ലേ, നീയും ബാലേന്ദ്രനും ഈ വീട്ടിലെ എല്ലാവരും അവളുടെ പക്ഷത്താ. പക്ഷെ എന്നെ അവള് കൈവശം തന്ന് വശത്താക്കാന്ന് ശ്രമിക്കുമെന്നും വേണ്ട. അതിന് ഈ വൈജയന്തി കിട്ടത്തില്ലെന്നൊക്കെ പറഞ്ഞപ്പോ മണിശങ്കർ പറഞ്ഞു ആന്റിയുടെ തോന്നല് മാത്രം അത്. എന്തെങ്കിലും ഒരു നാള് ആന്റി അവളെ സ്നേഹിക്കുന്ന ഒരു ദിവസം വരുമെന്ന് പറഞ്ഞു. അപ്പോൾ വൈജയന്തി ഭയങ്കരമായിട്ട് വെല്ലുവിളിക്കണം. പിന്നെ അങ്ങനെ ഒരു ദിവസം ഉണ്ടാണെങ്കിൽ പിന്നെ വൈജയന്തി ഇല്ല, വൈജയന്തി ജീവനോടെ ഇരിക്കില്ല എന്നൊക്കെ പറഞ്ഞ് കുറെ വെല്ലുവിളികളൊക്കെ നടത്തി. രോഹിത്തിനെ കണ്ട് മണിശങ്കർ സംസാരിക്കുന്നുണ്ട്. ആ സമയത്ത് മണിശങ്കർ തോന്നി അവന് മാറ്റം വന്നിട്ടുണ്ട്. കാരണം ആദ്യം കാണുന്ന സമയത്ത് രോഹിത്ത് അങ്ങനെ ആയിരുന്നില്ല. ജയിലിൽ നിന്ന് വന്ന സമയത്ത് വല്ലാത്തൊരു അവസ്ഥയിലായിരുന്നു. പക്ഷെ ഇപ്പൊ അവൻ പതുക്കെ ജീവിതത്തിലേക്ക് മടങ്ങി വന്നുള്ള കാര്യം മനസ്സിലായി. ഈ സമയം ബാബിതയെ വിളിച്ചിട്ട് വൈജയന്തി കുറെ ചീത്ത പറയുന്നുണ്ട്. എനിക്കറിയാടി, ഇപ്പൊ എല്ലാരും അവള് പറയുന്ന അനുസരിച്ചാ നിൽക്കുന്നേ. ഞാൻ പറയുന്നൊന്നും കേൾക്കാൻ നിനക്കൊന്നും പറ്റില്ലല്ലേ, ഞാനങ്ങ് നിന്റെ അമ്മയാടി, 10 മാസം വയറ്റിട്ട് ചുമന്ന് പ്രസവിച്ചാ നിന്നെയൊക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ പറയുന്നുണ്ട്. അപ്പോഴേക്കും ഭാവിത പറഞ്ഞു എന്നെ ആരും കൈവശം വന്നിട്ട് മയക്കിയിട്ടൊന്നുമില്ല, അല്ലെങ്കിലും അതിന്റെ ആവശ്യമൊന്നുമില്ല. പിന്നെ അമ്മ പ്രസവിച്ച കണക്കും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. രോഹിത്തേട്ടൻ കിടന്ന് ഇനിയിപ്പൊ അമ്മ തിരിഞ്ഞു നോക്കിയോ? ഇല്ലല്ലോ, അമ്മ പ്രസവിച്ച അമ്മയുടെ മോനല്ലേ, എന്നിട്ടാണ് അമ്മ ഈ കണക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അമ്മ ഈ കുടുംബത്തിന് വേണ്ടിയിട്ട് ഇതുപോലെ എന്തെങ്കിലും നല്ല കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടോ? ഭാവിത വരെ തിരിഞ്ഞു നിന്ന് ചോദിക്കാൻ തുടങ്ങി. അത് വൈജയന്തി ഒട്ടും പ്രതീക്ഷിച്ച കാര്യമായിരുന്നില്ല. കാരണം വൈജയന്തി പ്രതീക്ഷിച്ച എല്ലാ കാലത്തും അവര് തന്നോടൊപ്പം നിൽക്കും, ബബിതയും രോഹിത്തും ഒക്കെ. അങ്ങനെയാണെങ്കിൽ തനിക്ക് തന്റെ പഴയ ആധിപത്യം തിരിച്ചെടുക്കാന്നൊരു ചിന്തയൊക്കെയായിരുന്നു. പക്ഷെ അതൊക്കെ നടക്കാതെ വന്നു കഴിഞ്ഞപ്പോൾ വല്ലാത്തൊരു ടെൻഷനായിരുന്നു വൈജയന്തിക്ക്. എങ്ങനെ അലീനെ അവിടുന്ന് പായിക്കണം എന്നൊരു ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നീട് പതുക്കെ രോഹിത്ത് പുറത്തിറങ്ങാനൊക്കെ തുടങ്ങി. പക്ഷെ അലീനയോടുള്ള സ്നേഹം അത് ഓരോ ദിവസം വരുമ്പോൾ കൂടിക്കൂടി വരുന്നുണ്ടായിരുന്നുള്ളൂ. അവന് സ്വന്തമായിട്ടൊരു പശ്ചാത്താപം കാര്യങ്ങളൊക്കെ തോന്നി. താൻ ചെയ്ത് ശരിയായില്ല. കാരണം മുമ്പ് താൻ ഹരിയോടൊപ്പം ചേർന്ന് ചെയ്ത പ്രവൃത്തികളൊക്കെ, അത് മാത്രമല്ല അതിനുശേഷം പലതവണ ദ്രോഹിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഒടുവിൽ രോഹിത്ത് മാപ്പ് പറയുന്നുണ്ട് അലീനയോട്, ഞാൻ അന്നങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ലായിരുന്നു ചേച്ചി. രോഹിത്തിന് മനസ്സിലായി താൻ എത്ര വലിയ തെറ്റാ ചെയ്തതെന്നുള്ള കാര്യം. കാരണം ഇത്രയൊക്കെ അവരോട് ക്രൂരത ചെയ്തിട്ടും അലീനെ തന്നെ സ്വന്തം അനുജനായിട്ട് കണ്ട് സൂക്ഷിച്ച് ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവന്നത്. അങ്ങനെ ഒടുവിൽ രോഹിത്ത് അലീനെ സ്നേഹിക്കാൻ തുടങ്ങുന്നുണ്ട്. അങ്ങനെ എല്ലാവരും അലീനയോടൊപ്പം നിൽക്കുമ്പോൾ വൈജയന്തി തകർന്ന് തരിപ്പണമായി പോകുന്നുണ്ട്. അപ്പൊ അതിന്റെ കുറച്ച് കഥകളൊക്കെയാണ് ഇനി വരുന്ന ദിവസങ്ങളിൽ നമ്മൾ കാണാനായിട്ട് പോകുന്നത്. വൈജ പോരാടും, പക്ഷെ പോരാടിയാൽ എവിടം വരെ എത്താനാ? ഒരിടത്തും എത്തില്ല. വൈജയന്തി തന്നെ തകർന്നു പോകത്തുള്ളൂ. അവർക്കറിയത്തില്ല സ്വന്തം മകളാന്നുള്ള കാര്യം. അലീനെ എത്ര കുറ്റപ്പെടുത്തുന്നോ
അത്ര അനുസരിച്ച് ബാക്കിയുള്ളവരെ അലീനയെ സ്നേഹിക്കുന്നത് കാണുമ്പോഴത്തേനുമാണ് അവർ ശരിക്കും തകർന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ആ കുടുംബത്തെ കൈ പിടിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് അലീന നടത്തുന്ന ശ്രമങ്ങളൊക്കെ വിജയിക്കുന്നുണ്ട്. അപ്പോൾ ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു.